ഹായ് ഓൾ, ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പലരും ബിടെക് പഠിക്കണം അല്ലെങ്കിൽ ഒരു ഡിഗ്രിയിലേക്ക് കടക്കണം എന്നുള്ള ചിന്താഗതിയുള്ള കുട്ടികളാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആദ്യം തന്നെ പറയാനായിട്ട് പോകുന്നത്. 18 മുതൽ 23 വരെയുള്ള കുട്ടികളിൽ സ്റ്റഡീസ് നമ്മൾ നടത്തിയിരുന്നു. ആ ഒരു സയൻറ്റിഫിക് സ്റ്റഡീസിൽ 28% കുട്ടികൾ മാത്രമാണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ ഇൻവോൾവ് ആകുന്നുള്ളൂ. അപ്പോൾ 28 കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള 72% കുട്ടികളും ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ ഭാരതത്തിൽ ഇൻവോൾവ് ആകുന്നില്ല. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാണ്. ഇനി ആ റിമൈനിങ് 28% എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ അവരുടെ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 80-20 റൂൾ അപ്ലിക്കബിൾ ആണ്. 80% കുട്ടികളും അവരെ അണ്ടർ ഗ്രാജുവേറ്റ് മാത്രമായിട്ട് മാറുകയാണ്, UG മാത്രം പഠിക്കുകയാണ്. റിമൈനിങ് 20% സ്റ്റുഡൻസ് മാത്രമാണ് അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നുള്ള ഒരു തലത്തിലേക്ക് മാറുന്നുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള പ്രവണതകൾ കുട്ടികളിൽ കാണാണ്. അതുപോലെ തന്നെ ഒരു ഫാമിലിയിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണുന്നതിൻ്റെ റീസൺ എന്തായിരിക്കും? ഫസ്റ്റ് മേജർ റീസൺ, തനിക്ക് താൻ പോകുന്ന മക്കളായി കഴിഞ്ഞാൽ തന്നെ അവരെ ഏതെങ്കിലും ഒരു ജോലിക്ക് വിടുക, അവരിൽ നിന്ന് ഒരു ഫാമിലി റൺ ചെയ്യാനുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള മൈൻഡ് സെറ്റാണ്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രക്രിയനെ അവർ വളരെയധികം നോക്കി റിസർച്ച് എല്ലാം ചെയ്തതിന് ശേഷം അവർ ചെയ്തിട്ടുള്ള ഒരു റീഅറേഞ്ച്മെൻറ്റ് അഥവാ ഓൾട്ടറേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ യു ക്യാൻ ഈവൻ ടേക്ക് എ ബ്രേക്ക്. ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാലും അഗെയിൻ യു ക്യാൻ റീസ്റ്റാർട്ട് യുവർ സ്റ്റഡീസ് എന്നുള്ള പ്രക്രിയയാണ്. അപ്പോൾ അത് വളരെ എക്സൈറ്റിംഗ് ആണ്. എങ്ങാനും നമുക്ക് പഠനം ഇടയിൽ വെച്ച് മുടങ്ങുന്നൊരു സാഹചര്യം വരുമ്പോൾ സാധാരണ പിന്നീട് അവരുടെ ഭാവിയിൽ അവർ ആ ഒരു പഠനം എന്ന് പറയുന്നത് ഇനി വേണ്ട എന്ന് വിചാരിക്കും. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഇന്നലെ തൃശ്ശൂരെ മെഡിക്കൽ കോളേജ് മുളങ്കുന്നത്ത് കാവ് പോയിരുന്നു. അവിടെ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് സിവിൽ സർവീസ് പഠിക്കുന്ന ഒരു പയ്യനുണ്ട്. അപ്പോൾ അവന് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കും. നമ്മുടെ സ്ഥാപനത്തിൽ ആള് ഒരു ദിവസം ഛർദ്ദിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ ചോര ഛർദ്ദിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അൾസർ നമ്മൾക്ക് അറിയാം അല്ലേ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടലിൽ പുണ്ണ് വരും, അൾസറായി. അപ്പോൾ അവൻ്റെ അമ്മേനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വന്നത്. അമ്മ പഠിക്കാൻ വേണ്ടി ഡിഗ്രി പഠിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് ഏതോ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വെച്ച് ആ പഠനം നിർത്തി. പിന്നീട് അവർക്ക് പഠനം റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബ്രേക്ക് ഉണ്ടാവുമ്പോൾ അവർക്ക് വീണ്ടും പഠിക്കാനായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യമാകുന്ന ഒരു രീതിയാണ് ഇവിടെ നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നു, ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലയളവിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് അവരുടെ പഠനം നിർത്തുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ പിന്നീട് അവർ വേറെ എവിടെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് സിസ്റ്റം ഉള്ളത് കൊണ്ട് ക്രെഡിറ്റ് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധ്യമാണ്. അപ്പോൾ അവിടെയും എന്താണ്,
ഒരു കണ്ടിന്യൂയിങ് യുവർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ ഉണ്ടാവുന്നത്. പിന്നെ വീണ്ടും നമ്മൾ ജോലി തിരക്കുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കാം. ഫിസിക്കലി ഒരു കോളേജിലേക്ക് വന്ന് പഠിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള സാഹചര്യമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ആയിട്ടുള്ള പഠനവും ഇന്ന് വളരെയധികം സുലഭമാണ്. അപ്പൊ പഠിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ആ ഒരു പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് പെർസെൻറ്റേജ് ഹ്യൂജ് ആയിട്ടുള്ളൊരു പെർസെൻറ്റേജ് ആണ് അല്ലേ. 78% ആളുകള് ഈ 18 വയസ്സ് തൊട്ട് 23 വയസ്സ് വരെ 78% ആൾക്കാരും ഒരു അണ്ടർ ഗ്രാജുവേഷൻ പഠിക്കുന്നില്ല. അപ്പൊ ഇത് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ നൂലാമാലകളും മാറ്റിയെടുത്ത് നമുക്ക് നമ്മളുടെ പഠനം എന്ന് പറയുന്നത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യമാണ്. ഇങ്ങനെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ കുറേ തരത്തിലുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അതിൽ 1 by 1 ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുക. നമ്മളുടെ പഠനത്തിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുക, മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും പബ്ലിക്കായിട്ട് എല്ലാവർക്കും ഈ പറയുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആക്കി എടുക്കുകയാണ്. ഇന്ന എഡ്യൂക്കേഷൻ എന്നില്ല, പക്ഷേ എന്താണ്, യു ഹാവ് ടു അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് യുവർ UG. ഇഫ് പോസിബിൾ യു ക്യാൻ അഗെയിൻ കംപ്ലീറ്റ് യുവർ PG. അപ്പം അങ്ങനെ ഒരു വെർട്ടിക്കൽ ഗ്രോത്തിൻ്റെ ഡൈനാമിക്സ് ആണ്. അപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങളൊരു UG പഠിക്കണം. വെർട്ടിക്കൽ ഗ്രോത്ത് ആണ്. UG കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് PG പഠിക്കാം, പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ വെറുതെ നമ്മളൊരു അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ കോമ്പിറ്റൻ്റ് ആണ്, അതുകൊണ്ട് എനിക്കൊരു ജോലിക്ക് ചാടി പോവാമെന്ന് പറയുന്ന ആൾക്കാർ ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. ബട്ട് പഠനം എന്ന് പറയുന്നത് ലൈഫ് ലോങ് ലേണിംഗ് ആണ്. നിങ്ങൾക്കൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടമ്മയായി, കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആയി, ഇത്തരത്തിലുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പഠനം എന്ന് പറയുന്നതിന് സ്റ്റോപ്പ് ഇടാൻ പാടില്ല. പഠനം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്ലോ പോലെ പോകണം. അണ്ടർ ഗ്രാജുവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പൊക്കോ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഓൺലൈൻ ആയിട്ടായാലും നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാം അല്ലേ. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ആ പഠനം എന്ന് പറയുന്നത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ ഈ ഒരു NEP അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴി നമുക്ക് വ്യക്തമാക്കി അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കുട്ടിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അഥവാ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പോവാം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരെ പറഞ്ഞ് അവരെ ബോറടിപ്പിക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതിലേക്ക് അവരെ കൂടുതലായിട്ട് അവരെ ഗ്രൂം ചെയ്തെടുക്കാനായിട്ട് നമ്മളുടെ ആ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് സാധ്യമാവണം. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ഒരു ആളുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാം എന്ന് പറയുന്ന പ്രക്രിയയിൽ നമ്മൾ പാരൻസിനായാലും അതുപോലെ തന്നെ അധ്യാപകർക്കായാലും അതുപോലെ സഹപാഠികൾക്കായാലും എല്ലാം തന്നെ വളരെ നല്ല പങ്കുണ്ട്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ പഠിക്കാനായിട്ടുള്ള ഒരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എല്ലാ കൂട്ടുകാർക്കും ബൈ.